മീനമാസമായി കഴിഞ്ഞാൽ പിന്നെ വീട്ടിന് ചുറ്റും വെള്ളപ്പൂക്കൾ വിരിഞ്ഞു തുടങ്ങും. രാത്രിയിലാണ് വിരിയാറുള്ളത്. മുല്ല, അന്ത്യാർവട്ടം, പാരിജാതം, പാലപ്പൂവ്, അങ്ങനെ വീട്ടിൽ തന്നെ 4 തരത്തിലുള്ള മുല്ലകളുണ്ട്. അടുക്കുമുല്ല, കൊടമുല്ല, നിത്യകല്യാണി. ഭയങ്കര രസമാണ്. വീടിന് ചുറ്റും ഇതിന്റെ സൗരഭമായിരിക്കും. മാല കെട്ടുന്നത് ഞങ്ങൾക്കൊരു ആഘോഷമാണ്. ഈ വാഴയുടെ വള്ളിയിലാണ് സാധാരണ കെട്ടാറുള്ളത്. അപ്പോൾ വാഴയുടെ ഉണക്കപ്പോള ഇരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കും കെട്ടാൻ വേണ്ടിയിട്ട്. വാഴപ്പോള കിട്ടിയില്ലെങ്കിൽ തെങ്ങിൻ്റെ നാരും സാധാരണ എടുക്കാറുണ്ട്. അമ്മൂമ്മ ഇങ്ങിരുന്ന് കെട്ടും, ഞാൻ അടുത്ത് നോക്കിക്കൊണ്ടിരിക്കും. അത് കെട്ടിക്കഴിഞ്ഞ് ഇലയിലാക്കി ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുക്കും. വീട്ടിൽ എന്തെങ്കിലും ചടങ്ങുകളുണ്ടെങ്കിൽ വീട്ടുകാർക്കും അത് കൊടുക്കാറുണ്ട്. അടുത്തുള്ള വീട്ടിലുള്ള ആൾക്കാർക്കും മുല്ലപ്പൂ ഇങ്ങനെ ഞങ്ങൾ പറിച്ച് കൊടുക്കാറുണ്ട്. നല്ലൊരു സന്ധ്യ അനുഭവമാണ് ഈ മുല്ല കാലം എന്ന് പറയുന്നത്. മുല്ലപ്പൂവിന്റെ സീസൺ വരുമ്പോൾ മുല്ലയിലെ പൂ വിരിയുമ്പം ഈ കെട്ടിക്കൊടുക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും.